നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എഴുന്നള്ളിപ്പിന് ആനകളെ കിട്ടാനില്ല, ഉത്സവങ്ങൾ പ്രതിസന്ധിയിൽ, തൃശൂർ പൂരവും ആശങ്കയിൽ. ചിറക്കേക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവം ഏപ്രിൽ 15 ബുധനാഴ്ച ഭക്തിപൂർവ്വം ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വിഷുവിന് സ്വാഗതമരുളാൻ പടക്ക വിപണിയും ഉണർന്നു. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ ഏപ്രിൽ 14 വിഷു സംക്രമവേല ആഘോഷിക്കുന്നു. വാർത്തകൾ വിശദമായി. എഴുന്നള്ളിപ്പിന് ആനകളെ കിട്ടാനില്ല, ഉത്സവങ്ങൾ പ്രതിസന്ധിയിൽ, തൃശൂർ പൂരവും ആശങ്കയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൃശൂർ പൂരവും ഒരുമിച്ച് വരുമ്പോൾ പൂരം വീണ്ടും രാഷ്ട്രീയ വിഷയമായിട്ടുണ്ടോ എന്ന് കണ്ടറിയാം. ഇതിന്റെ സൂചനയായി എഴുന്നള്ളിപ്പിന് ആനകളെ ആവശ്യത്തിന് കിട്ടാത്തതിനെ പറ്റി ആരോപണങ്ങളും ആവശ്യങ്ങളും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂരം രാഷ്ട്രീയ വിഷയമാകുകയും പൂരം അലങ്കോലപ്പെട്ടതിൽ ചർച്ചകൾ അടുത്ത കാലം വരെ നടക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ ഏപ്രിൽ 26 പൂരം. തൃശൂർ പൂരത്തിലെ എഴുന്നള്ളിപ്പുകൾക്ക് ആവശ്യത്തിന് ആനകളെ കിട്ടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ചേർന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയിരുന്നു. സ്കൂൾ കലോത്സവ സമയത്ത് മുഖ്യമന്ത്രി തൃശൂരിലെത്തിയപ്പോഴാണ് ദേവസ്വം പ്രതിനിധികൾ നേരിട്ട് നിവേദനം നൽകിയത്. ഇതിന് ഇപ്പോഴും മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്ന ആറാട്ടുപുഴ പൂരം ആലോചനാ യോഗത്തിലും ആനകളുടെ വിഷയം ഉയർന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിൽ കേന്ദ്രം നിയമ ഭേദഗതി കൊണ്ടുവന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിലേക്ക് ഒരു ആനയെ പോലും കൊണ്ടുവരാനായിട്ടില്ല. ഇത് സംസ്ഥാന സർക്കാരിന്റെ നേരെ വിരൽ ചൂണ്ടുന്നതാണ് എന്നതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് മെയ് 4 അറിയാം. കേരളത്തിലെ എല്ലാ പൂരങ്ങളെയും ആഘോഷങ്ങളെയും ആനകളുടെ കുറവ് ബാധിക്കുന്നുണ്ട്. ചിറക്കേക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവം ഏപ്രിൽ 15 ബുധനാഴ്ച ഭക്തിപൂർവ്വം ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 9 ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെമ്മാലിൽ നാരായണൻകുട്ടി തിരുവുത്സവത്തിന് കൊടിയേറ്റി. എത്ര കണ്ടാലും മതിവരാത്ത കാവടികൾ നിറഞ്ഞാടുന്നതും അവിസ്മരണീയ കാഴ്ച ചേതോഹരമാണ്. എത്ര കേട്ടാലും മതിവരാത്ത വാദ്യങ്ങളും കരിവീരന്മാർ അണിനിരക്കുന്ന കാഴ്ചയും വിശ്വാസികളെ ആസ്വാദകരെ ഉന്മാദരാക്കും. 15 രാവിലെ 4 മണി മുതൽ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 വരെ പ്രസാദഊട്ട് ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12:05 വിവിധ ദേശക്കാരുടെ കാവടി ആഘോഷം. വൈകിട്ട് 6 മുതൽ 8 വരെ പൂരം കൂട്ടി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. 8 മണി മുതൽ 8:30 വരെ ക്ഷേത്ര ചടങ്ങുകൾ. പുലർച്ചെ 1:30 മുതൽ വിവിധ ദേശക്കാരുടെ കാവടി ആഘോഷവും തുടർന്ന് രാത്രി പൂരവും ഉണ്ടാകും. പുലർച്ചെ 5 മുതൽ 6:30 വരെ ക്ഷേത്രാങ്കണത്തിൽ കൂട്ടി എഴുന്നള്ളിപ്പ് ആരംഭിക്കും. വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. 13 രാത്രി 8 മണിക്ക് ശ്രീരാഗം ചിറക്കേക്കോട് അവതരിപ്പിക്കുന്ന തിരുവാതിരയും മുല്ലക്കര ശ്രീരാഗ് സ്കൂൾ ഓഫ് മ്യൂസിക് അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യയും ഉണ്ടാകും. നമസ്കാരം. ചിറക്കേക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തിന്റെ ചടങ്ങുകളാണ്. അന്നേ ദിവസം വിഷു ദിനത്തിൽ ഭഗവാനെ കണി കാണിച്ച് ഇതേപോലെ തന്നെ വിശേഷാൽ അഭിഷേകങ്ങളും കാവടി അഭിഷേകങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. മറ്റ് വിശേഷാൽ പൂജകളും നടത്തപ്പെടുന്നു. അന്നേ ദിവസം വിവിധ ദേശക്കാരുടെ കാവടിയും ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ടും ദീപാരാധനയ്ക്ക് ശേഷം വിവിധ ദേശക്കാരുടെ കാവടിയും ആഘോഷങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ചിറക്കേക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവം ഏപ്രിൽ 15 വളരെ ആഘോഷപൂർവ്വം നടത്തപ്പെടുകയാണ്. 15-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ വിവിധ ദേശങ്ങളുടെ കാവടി ആഘോഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ആദ്യ ദേശം പാണ്ടിപ്പറമ്പ് ദേശത്തിൻ്റെ തുടക്കത്തോടെയാണ് കാവടി ആഘോഷങ്ങൾ ആരംഭിക്കുക. 12 ദേശങ്ങളുടെ കാവടി ആഘോഷമാണ് ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത്. ഉച്ചയ്ക്ക് 3:30 വരെ 3:05 വരെയാണ് കാവടി ആഘോഷം ഉണ്ടായിരിക്കുക. അതിനുശേഷം 6 മണിക്ക് മുതൽ
3 ദേശത്തിൻ്റെ പൂര ആഘോഷവും ഉണ്ടായിരിക്കും. വൈകിട്ടും അതുപോലെ 12:05 മുതൽ 3:05 വരെ കാവടി ആഘോഷങ്ങൾ വിവിധ ദേശങ്ങളുടെ, അതിനുശേഷം 3 ദേശങ്ങളുടെ പൂരവും ഉണ്ടാവും. അതിനുശേഷം പൂജകൾക്ക് ശേഷം ആറാട്ടോടു കൂടി ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയിറങ്ങുകയാണ്. അതിനുശേഷം ആറാട്ട് കഞ്ഞിയോടുകൂടി ഈ വർഷത്തെ വിഷു മഹോത്സവം അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി തീരുന്നതിന് ഭക്ത്യാദരപൂർവ്വം എല്ലാ ജാതിമത ചിന്തകൾക്ക് അതീതമായി നടത്തപ്പെടുന്ന ഈ ആഘോഷം കാണുന്നതിനായി ഭക്തിപുരസ്സരം ഏവരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വിഷുവിന് സ്വാഗതമരുളാൻ പടക്ക വിപണിയും ഉണർന്നു. കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. കണിവെള്ളരി തുടങ്ങിയതൊക്കെ വിപണികളിൽ സുലഭമാണ്. ഉത്സവാഘോഷങ്ങളുടെ ആരംഭം കുറിക്കലായ വിഷു ആഘോഷിക്കാൻ നാടും നഗരവും അണിഞ്ഞൊരുങ്ങി. കൊടുമ്പിരി കൊള്ളുന്ന ചൂടിനെ അവഗണിച്ചും വിഷു ആഘോഷങ്ങളും വിഷുവേലകളും തകൃതിയായി ആർഭാടത്തോടെ നടക്കുന്നു. വിഷുക്കണിയും അനുബന്ധമായി പടക്കശേഖരത്തിന്റെ കലവറയിൽ മത്താപ്പ്, കമ്പിത്തിരി, ചക്രങ്ങൾ, മേശപ്പൂവ് തുടങ്ങിയവ വിപണിയിൽ ഇഷ്ടാനുസരണം സ്റ്റോക്കുണ്ടെങ്കിലും വിൽപ്പനയിൽ കരിനിഴൽ വീഴ്ത്തി യുദ്ധ സാഹചര്യം. ദീപാവലിക്കും മറ്റും ഇറക്കുമതി ചെയ്ത പടക്കശേഖരങ്ങളാണ് വിറ്റഴിക്കുന്നത്. യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പടക്ക നിർമ്മാണ മേഖലയുടെ ഈറ്റില്ലമായ ശിവകാശിയിൽ നിന്നും ഓരോ വർഷവും പടക്കങ്ങളിലും അതുപോലെ ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളിലും പുതുമ ആവിഷ്കരിക്കാൻ നിർവാഹമില്ലാത്ത പ്രതിസന്ധി ഉടലെടുത്തതോടെ വിൽപ്പനയിലും കാര്യമായ കുറവ് അനുഭവപ്പെടുന്നതായി കച്ചവടക്കാർ പറയുന്നു. ഏപ്രിൽ 15-നാണ് വിഷു ആഘോഷിക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപ് തന്നെ പടക്ക വിപണികൾക്ക് മുൻപിൽ നീണ്ട നിര തന്നെ ഉണ്ടാകുമെങ്കിലും ഇക്കുറി ഉപഭോക്താക്കൾ അമാന്തം പ്രകടിപ്പിക്കുകയാണെന്നും കച്ചവടക്കാർ വ്യസനത്തോടെ പറയുന്നു. പരമ്പരാഗതമായി പടക്ക കച്ചവടം ചെയ്യുന്നതിനാൽ വിഷു പോലുള്ള ആഘോഷങ്ങൾ വന്നണയുമ്പോൾ പ്രതിസന്ധികളെ വിസ്മരിച്ച് പടക്ക വിപണികൾ തുറന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും കച്ചവടക്കാർ നിസ്സഹായരായി പറയുന്നു. ഈ വർഷത്തെ കച്ചവടം വലിയ സുഖകരമല്ല. സാധനങ്ങൾക്ക് വിലയൊന്നും കൂടിയിട്ടില്ല. പിന്നെ ജനങ്ങളുടെ കയ്യിൽ പൈസ കുറവ് കാണാനുണ്ട്. പിന്നെ ഗൾഫ് യുദ്ധം നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അതിനെ കൊണ്ടുപോവാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. വില പടക്കത്തിന് കമ്പത്തിന് വില കൂടിയിട്ടുണ്ടോ? ഇല്ല, കൂടിയിട്ടില്ല. വിലയൊന്നും കൂട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ കൊല്ലത്തെ അത് തന്നെയാണ്. പക്ഷെ സാധനങ്ങൾ എത്തിയിട്ടില്ല. നമ്മളവിടെ കൊടുത്ത സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല. എത്തുമെന്ന് വിചാരിക്കണം. നാളെ കെട്ടിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അവർ പറയണ വയ്ക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട്. കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ യുദ്ധമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. പിന്നെ ഗൾഫ് എന്ന് പറഞ്ഞവരൊന്നും എത്തിയില്ല. അതുകൊണ്ടുള്ള കച്ചവടം കുറവുണ്ട്. ഗൾഫ് കാശൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് കച്ചവടം കിട്ടുന്നത്. കാർഷിക സംസ്കൃതിയുടെ സ്വയം പര്യാപ്തതയിൽ നാടെങ്ങും വിളവെടുപ്പ് ഉത്സവം. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വിഷു വിപണി മുൻനിർത്തി നടത്തിയ വേനൽക്കാല പച്ചക്കറി കൃഷി വിളവെടുത്തു. വിഷരഹിത പച്ചക്കറികളിൽ വിഷുക്കണിയൊരുക്കാൻ കുടുംബശ്രീ അംഗങ്ങൾ മുന്നിട്ടിറങ്ങിയപ്പോൾ മണ്ണിൽ പൊന്നു വിളയുകയാണ്. കണിവെള്ളരിയും തണ്ണിമത്തനും നാടൻ പച്ചക്കറികളുമെല്ലാം കൃഷി ചെയ്ത് വിഷുച്ചന്തകളിലൂടെ വിപണനം നടത്തുകയാണ് കുടുംബശ്രീ. 583 ഏക്കറിൽ പച്ചക്കറി കൃഷിയൊരുക്കി 1549 ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചു. ജില്ലയിൽ ഉടനീളം 1378 ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ കൃഷിയിൽ സജീവമായി പ്രവർത്തിച്ചു. വിഷുക്കാലത്ത് പച്ചക്കറികളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനോടൊപ്പം വില സ്ഥിരത നിലനിർത്തുന്നതിനും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും കുടുംബശ്രീക്ക് സാധിച്ചു. വിഷുക്കണി ഒരുക്കുന്നതിനായി 62.65 ഏക്കറിൽ കണിവെള്ളരി കൃഷിയിറക്കി. 3,82,165 കിലോ വിളവെടുത്തു. കടുത്ത വേനൽ ചൂടിനെയും പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് വിജയകരമായി നടപ്പാക്കിയ പദ്ധതിയിൽ കണിവെള്ളരി കൂടാതെ തണ്ണിമത്തൻ, മത്തൻ, കുമ്പളം, വെള്ളരി, ഷമാം, വിവിധ ഇനം പച്ചക്കറികൾ എന്നിവയും സമൃദ്ധമായി വിളഞ്ഞു. വിഷരഹിതവും പുതുമയുള്ളതുമായ പച്ചക്കറികൾ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് കുടുംബശ്രീ അംഗങ്ങൾ. പരമ്പരാഗതവും ശാസ്ത്രീയവുമായ കൃഷിരീതിയും കൂട്ടായ പരിശ്രമവും സമയബന്ധിതമായ കൃഷി പരിപാലനവുമാണ് വിഷു വിപണി മുൻനിർത്തിയുള്ള വേനൽക്കാല കാർഷിക വിപ്ലവം കുടുംബശ്രീ സാധ്യമാക്കിയത്. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ ഏപ്രിൽ 14-ന് വിഷു സംക്രമവേല ആഘോഷിക്കുന്നു.
രാവിലെ 7-ന് നവകം, പഞ്ചഗവ്യം, അഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക് ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും വൈകിട്ട് 6-ന് താണിക്കുടം തെക്കുംപുറം സംഘടിപ്പിക്കുന്ന കാളവേലയും മുടിവേലയും നടക്കും. രാത്രി 9-ന് കൊട്ടാരപ്പടി, നെട്ടിശ്ശേരി, പനങ്ങാട്ട് എന്നീ ദേശക്കാരുടെ കുതിര എഴുന്നള്ളിപ്പും ആറാട്ടുപുഴക്കാരുടെ കാളവേലയും കൊണ്ടാടും. തുടർന്ന് രാത്രി 10-ന് തൃപ്രയാർ രമേശ് മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം, പുലർച്ചെ 1 മണിക്ക് വടക്കുംപുറം ദേശക്കാരുടെ കുതിര എഴുന്നള്ളിപ്പ്, ഏപ്രിൽ 15-ന് വിഷുദിനത്തിൽ രാവിലെ 4-ന് വിഷുക്കണി വിശേഷാൽ പൂജകളോടുകൂടി വേല സമാപിക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സിനി ഒടാട്ടിൽ, ജോയിന്റ് സെക്രട്ടറി സ്വാതി വൈശാഖ്, മുൻ പഞ്ചായത്ത് മെമ്പറും ക്ഷേത്ര ഉപദേശക സമിതി മുൻ അംഗവുമായ സേതു താണിക്കുടം എന്നിവർ അറിയിച്ചു. നാളെ താണിക്കുടത്തമ്മയുടെ വിഷു വേലാഘോഷമാണ്. അപ്പോൾ 3 മണി മുതൽ താണിക്കുളം സെന്ററിൽ നിന്ന് ആന എഴുന്നള്ളിപ്പ്, പ്രശസ്ത കലാകാരൻ അനിയന്മാരുടെ നേതൃത്വത്തിൽ മേളാകമ്പടിയോടുകൂടി 6 മണിക്ക് അമ്പലത്തിൽ എത്തിച്ചേരുന്നതാണ്. അതിനുശേഷം പ്രദേശവാസത്തിൽ നിന്നും കുതിരവേല, കാളവേല എത്തും. അത് കഴിഞ്ഞ് പ്രദേശത്ത് നിന്ന് വിവിധ കലാപരിപാടികളോടുകൂടി 9 മണിക്ക് അവസാനിക്കും. വൈകിട്ട് വീണ്ടും ആനപ്പൂരം. രാത്രി 10 മണിയോടുകൂടി പൂരം എഴുന്നള്ളിപ്പ്. പ്രശസ്ത പഞ്ചവാദ്യ കലാകാരൻ രമേശ് മാരാരുടെ നേതൃത്വത്തിൽ അമ്പലത്തിൽ വന്ന് അവസാനിക്കുന്നു. അതിനുശേഷം വടക്കുംപുറം ദേശത്തിൻ്റെ കുതിരവേല, അത് അവസാനിച്ചത് ശേഷം നമ്മുടെ പൂരവേല അവസാനിക്കുന്നു. കാലത്ത് വിഷുക്കണി, രാവിലെ വിഷുക്കണി ഒരുക്കും. അമ്മേ ശരണം, ദേവി ശരണം. താണിക്കുടത്തമ്മയുടെ വേല നാളെ വളരെ കെങ്കേമമായിട്ട് കൊണ്ടാടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏപ്രിൽ 7 മുതൽ ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ വളരെ എന്നും 6:30 മുതൽ വിവിധ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലുള്ള ഒട്ടുമിക്ക ടീമുകളും ഇവിടെ പ്രോഗ്രാമുകളുമായിട്ട് ഇവിടെ പങ്കെടുത്ത് ഇന്ന് അവസാനിക്കുകയാണ്. നാളെ ഇത്രയധികം കേരളത്തിൽ തന്നെ ഒരുവിധം ഭക്തജനങ്ങളൊക്കെ എത്തിച്ചേരുന്ന തൃശ്ശൂർ ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് താണിക്കുടം ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും ഇവിടുത്തെ എന്താ പറയുക, താണിക്കുടത്തമ്മ ഇവിടെ മറ്റുള്ള അമ്പലങ്ങളെ പോലെ ആറാട്ടിനായിട്ട് പുഴയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ താണിക്കുടത്തമ്മ ഓടി ഇരുന്നാൽ മതി. പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകി ആറാട്ട് മുങ്ങുകയാണ് പതിവ്. അതുപോലെ തന്നെ നാളത്തെ ഉത്സവത്തിന് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒട്ടുമിക്ക ഭക്തജനങ്ങളോട് വരും. ഏകദേശം 11ഓളം ദേശങ്ങൾ വന്ന് വളരെയധികം പുരാതനമായിട്ട് കലയായിട്ടുള്ള കാളവേല കൊണ്ട് ഉദ്ഘാടനം പോലെ ഏറ്റാദ്യം വന്ന് ക്ഷേത്രത്തിൽ കയറി വളരെയധികം ആഘോഷങ്ങളാണ്. അത് കാണുവാനായിട്ട് നിരവധി ഭക്തജനങ്ങളാണ് വരാറുള്ളത്. അതുപോലെ തന്നെ ഈ ഏപ്രിൽ 29-ന് താണിക്കുടത്തമ്മയുടെ പ്രതിഷ്ഠാദിന മഹോത്സവമാണ്. അന്ന് അന്നദാനമുണ്ട്. ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു അന്നദാനം ഒരുക്കുമ്പോൾ അതിലേക്ക് ദ്രവ്യങ്ങൾ സമർപ്പിക്കാനായിട്ട് ഏപ്രിൽ 26, 27, 28 തീയതികളിൽ ക്ഷേത്ര നടയിൽ ദ്രവ്യങ്ങൾ സമർപ്പിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്ര ഉപദേശ സമിതി നേതൃത്വം നടത്തിയിട്ടുണ്ട്. നാളെ 6:30-ന് തുടങ്ങുന്ന വേലകൾ ഏകദേശം ഒരു 10 മണിയോടുകൂടി അവസാനിക്കും. ഒപ്പം തന്നെ പ്രശസ്ത കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ ഒരു പൂരം താണിക്കുടം സെൻട്രലിൽ നിന്നും 3 മണിക്ക് ആരംഭിച്ച് 6 മണിക്ക് ക്ഷേത്രത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവിധം ഈ ആഘോഷം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് എന്നറിയിക്കുന്നു. മുക്കാട്ടുകര സെന്റ് ജോർജ് പള്ളിയിൽ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 5:30-ന് റവറൻ ഫാദർ നിതിൻ പൊന്നാരിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും രാവിലെ 6:30-ന് റവറൻ ഡോക്ടർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂരിന്റെ നേതൃത്വത്തിൽ കുർബാനയും നടത്തി. ആഘോഷത്തിന്റെ ഭാഗമായി തിരുനാൾ പാട്ടുകുർബാന റവറൻ ഫാദർ ജോബ് വടക്കന്റെ നേതൃത്വത്തിൽ നടത്തി. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണം നടന്നു. രാത്രി 7 മണിക്ക് വർണ്ണമഴ DJ സംഘടിപ്പിച്ചു. രാത്രി 7:30-ന് ബാൻഡ് മേളം നടത്തി. ഏപ്രിൽ 13-ന് തിങ്കളാഴ്ച പ്രശസ്ത പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റോടുകൂടി തിരുനാൾ സമാപിക്കും.
ഡീസലിന്റെ കയറ്റുമതി തീരുവ കൂട്ടി. കേന്ദ്രം 34 രൂപ വർദ്ധിപ്പിച്ചു. ഡീസലിന്റെ കയറ്റുമതി തീരുവയിലും എക്സൈസ് തീരുവയിലും വർധനവ് വരുത്തി കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 21 രൂപ 5 പൈസയിൽ നിന്ന് 55 രൂപ 5 പൈസയായാണ് ഉയർത്തിയത്. ഡീസലിന്റെ സ്പെഷ്യൽ അഡീഷണൽ എക്സൈസ് തീരുവ ലിറ്ററിന് 24ആയും റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് 36ആയും വർദ്ധിപ്പിച്ചു. വിമാന ഇന്ധനത്തിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 29 രൂപ 5 പൈസയിൽ നിന്ന് 42 രൂപയായും ഉയർത്തി. അതേസമയം പെട്രോളിന്റെ കയറ്റുമതി തീരുവയിൽ മാറ്റമില്ല. രാജ്യാന്തര വിപണിയിലെ എണ്ണവിലയിലെ ചാഞ്ചാട്ടം മൂലം ആഭ്യന്തര വിപണിയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കാനും സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്നാണ് വിവരം. കഴിഞ്ഞ മാർച്ചിൽ എണ്ണക്കമ്പനികൾക്ക് ആശ്വാസമായി എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചിരുന്നുവെങ്കിലും പുതിയ വിജ്ഞാപനത്തോടെ ഡീസലിന്റെ നികുതി ഭാരം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തൃക്കൂർ പാലക്കപ്പറമ്പിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്തു. കോട്ടയം പൂഞ്ഞാർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്.
തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നുവെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃക്കൂർ പാലക്കപ്പറമ്പിൽ VLP സ്കൂളിന് സമീപം തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു പൂഞ്ഞർ സ്വദേശികളായ കുടുംബം. യാത്രക്കിടെ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് പൂർണ്ണമായും തകർന്നു വീണു. അപകടത്തെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. സംഭവസ്ഥലത്തെത്തിയ KCB അധികൃതർ തകർന്ന പോസ്റ്റ് മാറ്റി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. അപകട സമയത്ത് റോഡിൽ മറ്റ് വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കാൻ കാരണമായി. ലോക ഹോമിയോപ്പതി ദിനം ആചരിച്ചു. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരളയുടെ തൃശൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക ഹോമിയോപ്പതി ദിനാഘോഷവും ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ സാമുവൽ ഹാനിമാന്റെ 271ാം ജന്മദിനാഘോഷവും തൃശൂർ ഹോട്ടൽ എലൈറ്റിൽ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ KB ദിലീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗിൽബർട്ട് പി പോൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MS രത്നമ്മ ഡോക്ടർ ഹാനിമാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ സന്തോഷ് മോഹൻ, ഡോക്ടർ അരുണ ഭട്ട്, ഡോക്ടർ ജോളി ജനാർദ്ദനൻ, ഡോക്ടർ അനുഷ, ഡോക്ടർ ഷിംന, ഡോക്ടർ ഷാമി തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രിയമുള്ള ഡോക്ടർമാരെ, കുടുംബാംഗങ്ങളെ, ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി ഹെനിമാൻസ് ഡേ ആൻഡ് ഹാപ്പി വേൾഡ് ഹോമിയോപ്പതി ഡേ. ഇന്ന് വളരെയധികം പ്രതിസന്ധികളിൽ കൂടിയാണ് ഹോമിയോപ്പതി ഡോക്ടർമാരും ഹോമിയോപ്പതി പോയിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല്, ഡോക്ടർ എബി ഫിലിപ്പ് പോലുള്ള അലോപ്പതി ഡോക്ടർമാരെ ഹോമിയോപ്പതിക്കെതിരെ നടത്തുന്ന കുപ്രചരണം എല്ലാവറ്റിലും ഉപരിയായി ദൈനംദിനം കുറഞ്ഞു വരുന്ന രോഗികളാണ് ഡോക്ടർമാർക്ക്. ഇതിനുള്ള പരിഹാര മാർഗം പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി ഹോമിയോപ്പതിയുടെ നന്മയും മേന്മയും പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നതാണ്. അങ്ങനെ കൂടുതൽ രോഗികളെ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഹോമിയോപ്പതിയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പ്രചരണത്തിനും ഡോക്ടർമാർക്ക് നല്ല പ്രാക്ടീസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. നമ്മുടെ തൃശ്ശൂർ യൂണിറ്റിന്റെ ഫൗണ്ടർമാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ MP ജോസഫ്. അദ്ദേഹം പറയായിരുന്നു, നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം I am a ഹോമിയോപ്പത്ത്, ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ്. കദീന പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ വയോധികൻ മരിച്ചു. ചേലക്കര അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിൽ കദീന പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചേലക്കര സ്വദേശി പൊന്നടത്ത് വീട്ടിൽ വേണുഗോപാലാണ് മരിച്ചത്. 72 വയസ്സായിരുന്നു. വീണ്ടും ഉയർന്ന സ്വർണ്ണവില. 22 കാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 45 രൂപ വർദ്ധിച്ചു. 1 പവന് 392 രൂപയാണ് കൂടിയത്. ഇന്നത്തെ 24 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന്റെ വില 15,284 രൂപയും 22 കാരറ്റ് സ്വർണത്തിന്റെ വില 14,010 രൂപയും 18 കാരറ്റ് സ്വർണത്തിന്റെ വില 11,463 രൂപയുമാണ്. 24 ഗ്രാം കാരറ്റ് സ്വർണം 1 പവന് 1,22,272 രൂപയാണ്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. കനത്ത വേനൽ ചൂടിൽ വെന്തുരുകുന്ന കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും താപനില ഉയർന്നു തന്നെ തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ,
കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. കാർ തലകീഴായി മറിഞ്ഞ് അപകടം. പാലിയേക്കര മണലി പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട മറ്റൊരു കാറിലിടിച്ച് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വേനൽ കനക്കുന്നു, ആശങ്ക വേണ്ട. പീച്ചി സമൃദ്ധം. വേനൽ കനക്കുന്ന സാഹചര്യത്തിലും കുടിവെള്ളത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും ആശങ്ക വേണ്ടെന്ന് കണക്കുകൾ പറയുന്നു. അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 68.2 മീറ്ററാണ്. ഇത് 14 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ്. മൊത്തം ജലസംഭരണത്തിന്റെ 15%. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 67.95 മീറ്റർ വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഇടത് വലതുകര കനാലുകളിലൂടെ ജലവിതരണം നടക്കുന്നുണ്ട്. വലതുകര കനാലിലൂടെ 10 ദിവസം കൂടി ജലവിതരണം നടത്തും. ഇടതുകര കനാലിലെ ജലവിതരണം 3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. ഇതിനുശേഷം കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജലവിതരണം നിർത്തിവെക്കും. പിന്നീട് കുടിവെള്ള വിതരണത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. ഇടയിൽ വേനൽ മഴ ലഭിച്ചാൽ അവസ്ഥ ഒന്നുകൂടി മെച്ചപ്പെടും. നിലവിലെ സാഹചര്യത്തിൽ കുടിവെള്ള വിതരണത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എഴുന്നള്ളിപ്പിന് ആനകളെ കിട്ടാനില്ല. ഉത്സവങ്ങൾ പ്രതിസന്ധിയിൽ. തൃശൂർ പൂരവും ആശങ്കയിൽ. ചിറക്കേക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവം ഏപ്രിൽ 15 ബുധനാഴ്ച ഭക്തിപൂർവ്വം ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. വിഷുവിന് സ്വാഗതമരുളാൻ പടക്ക വിപണിയും ഉണർന്നു. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ ഏപ്രിൽ 14 വിഷു സംക്രമവേല ആഘോഷിക്കുന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.